Topic is basis and dimension. Basis. A set S is equal to u1, u2, etc. un of vectors is a basis of V if it has the following two properties, that are S is linearly independent and S spans V. And this there is another definition, that S is equal to u1, u2, etc. un of vectors is a basis of V if every V element of capital V can be written uniquely as a linear combination of the basis vectors. ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ S എന്ന് പറയുന്നത് u1, u2, etc. u2 of the vectors, and this is a basis of V if it has the following two properties. ഏതൊക്കെയാണ്? ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് എസ് സ്പാൻസ് വി. അപ്പോൾ അത് വി എന്ന വെക്ടർ സ്പേസിനെ സ്പാൻ ചെയ്തിരിക്കണം, അതുപോലെ തന്നെ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ നമുക്ക് അടുത്തത് പറയുന്നത് ആ വി എന്ന് പറയുന്നത് ഈ വെക്ടർ സ്പേസിൽ വി എന്ന എലമെൻറ്റ് നമുക്ക് യുണീക്ലി ഒരു ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ് ബേസിസ് വെക്ടേഴ്സിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. ഓക്കെ. Next theorem. Let V be a vector space such that one basis has m elements and another basis has n elements, then m is equal to n. ഇപ്പോൾ ഒരു വെക്ടർ സ്പേസിൽ ഒരു സെറ്റ് ഓഫ് എലമെൻറ്റ്സ് എം എന്ന് പറയുന്ന സൈസിലുള്ള ബേസിസ് ഉണ്ട്, അതുപോലെ തന്നെ എൻ എന്ന് പറയുന്ന സൈസിലുള്ള എലമെൻറ്റ്സ് ഉണ്ട് എങ്കിൽ ആ രണ്ട് ബേസിസിൻ്റെയും സൈസ് എന്ന് പറയുന്നത് ആക്ച്വലി എന്ത് തന്നെയാണ്? സെയിം തന്നെയാണ്. അതായത് എം ഇസ് ഈക്വൽ ടു എൻ. അപ്പോൾ ഇതിൻ്റെ പ്രൂഫ് നമ്മൾ വഴിയെ പറയും. നെക്സ്റ്റ് എക്സാമ്പിൾസ് ഓഫ് ബേസസ്. അപ്പോൾ ഇവിടെ ഡിഫറെൻറ്റ് എക്സാമ്പിൾസ് ആണ് പറയുന്നത്. വെക്ടർ സ്പേസ് കെ പവർ എൻ. കൺസിഡർ ദ ഫോളോയിങ് എൻ വെക്ടേഴ്സ് ഇൻ കെ എൻ, ഇ1, ഇ2, എക്സെട്ര ഇ.എൻ. Okay, and these vectors are linearly independent. For example, they form a matrix in echelon form. Furthermore, any vector u is equal to a1, a2, etc. an in kn can be written as a linear combination of the above vectors specifically. Okay, അപ്പോൾ നമുക്കറിയാം, നമ്മൾ ഓൾറെഡി ബേസിസിൻ്റെ ഡെഫിനേഷനിൽ പറഞ്ഞ കാര്യങ്ങളാണ്. ഒന്ന് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നുള്ളത്, മറ്റൊന്ന് അതിനെ നമുക്ക് ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദീസ് വെക്ടേഴ്സ് ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റണം എന്നുള്ളത്. ഇപ്പോൾ a1, a2, എക്സെട്ര എ എന്ന് പറയുന്നത് ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ പറ്റണം. e1, e2, e3 എക്സെട്ര en ഒരു ലീനിയർ കോമ്പിനേഷൻ ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റണം എന്നുള്ളത്. ഓക്കെ. അക്കോർഡിംഗ്ലി ദ വെക്ടേഴ്സ് ഫോം എ ബേസിസ് ഓഫ് കെ എൻ കോൾഡ് ദി യൂഷ്വൽ ഓർ സ്റ്റാൻഡേർഡ് ബേസിസ് ഓഫ് കെ എൻ. ദസ് ദിസ് കെ എൻ ഹാസ് ഡയമെൻഷൻ എൻ. ഇൻ പെർട്ടിക്കുലർ എനി അതർ ബേസിസ് ഓഫ് കെ എൻ ഹാസ് എൻ എലമെൻറ്റ്സ്. ഇപ്പോൾ ഡയമെൻഷൻ എന്നുള്ളത് നമ്മൾ പറഞ്ഞു വരുന്നുണ്ട് നെക്സ്റ്റ് സ്ലൈഡ്സിൽ. അപ്പം നെക്സ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് മെട്രിക്സിൻ്റെ ഇതിലാണ്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞിരിക്കുന്നതിൽ എന്താ, ഒരു വെക്ടർ സ്പേസിൻ്റെ കെ എന്നുള്ളതിലാണ് നമ്മൾ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി ഇതിൽ പറയുന്നത് വെക്ടർ സ്പേസ് എം എന്നുള്ളത് അത് ഒരു R/S മെട്രിക്സിൻ്റെ ഫോമിലാണ്. ഓക്കെ. ദ ഫോളോയിങ് 6 മെട്രിസസ് ഫോം എ ബേസിസ് ഓഫ് ദ വെക്ടർ സ്പേസ് M23 ഓഫ് ഓൾ 2/3 മെട്രിസസ് ഓഫ് ഓവർ കെ. അപ്പോൾ ഇവിടെ ഇതെല്ലാം അതിൻ്റെ ബേസായിട്ട് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. മോർ ജനറലി ഇൻ ദ വെക്ടർ സ്പേസ് എം ഇസ് ഈക്വൽ ടു MRS ഓഫ് ഓൾ R/S മെട്രിസസ്. ലെറ്റ് EIJ be the matrix with IJ entry 1 and 0 elsewhere, and then all such matrices form a basis of M23 called the usual or standard basis of MRS. Okay, and here the dimension of MRS is equal to RS, R into S. Okay, അപ്പോൾ ഇവിടെ 1 0 0 0 1 1 0 1 0 0 0 0. ഇപ്പോൾ ഈ കൊടുത്തിരിക്കുന്ന എല്ലാ ഇതിൻ്റെ 6 മെട്രിസസും എന്ത് ഫോം ചെയ്യുന്നുണ്ട്? ഒരു ബേസിസ് ഫോം ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വെക്ടർ സ്പേസ് പി എൻ, അതായത് പോളിനോമിയലാണ് ഓഫ് ഓൾ ഡിഗ്രി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ. ദ സെറ്റ് എസ് ഇസ് ഈക്വൽ ടു 1 t, t square, t cube, etc. t power n of n plus 1 polynomial is the base of Pn. Specifically, any polynomial f of t of degree less than or equal to n can be expressed as a linear combination of these powers of t, and one can show these polynomials are linearly independent. Therefore, dimension Pn of t is equal to n plus 1. Then, vector space P of t of all polynomials. Consider any finite set S is equal to set f1 of t, f2 of t, etc. fm of t of polynomial in P of t,
and let m denote the largest of the degrees of the polynomial, then any polynomial g of t of degree exceeding m cannot be expressed as a linear combination of the elements of S. Thus, S cannot be a basis of Pt. This means that the dimension of P of t is infinite, and we note that the infinite set of St is equal to set 1t, t square, etc., t cube. Then it consisting of all the powers of t, spans P of t, and is linearly independent. Accordingly, S dash is an infinite basis of P of t. Then problem with solution. Show that S is equal to set x1, x2, x3 is a basis of R3. And here we have the solution for this. We show that the S satisfies the conditions. What are the conditions that we have to show here? First one is these vectors are linearly independent. Okay. Second one is we can express this as a linear combinations. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്ന എന്താ, ഇവിടെ 3 വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, x1, x2, x3. ഈ 3 വെക്ടേഴ്സും ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കാം. അപ്പോൾ ഇവിടെ നമുക്കൊരു വെക്ടർ ഒരു മെട്രിക്സ് ഫോമിലേക്ക് എഴുതി കഴിഞ്ഞാൽ നമുക്കിവിടെ 3x3 മെട്രിക്സ് ആണ്, ഒരു സ്ക്വയർ മെട്രിക്സ് ആണ് ഓഫ് ഓർഡർ 3. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഡിറ്റർമിനൻറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, ഇവിടെ ഡിറ്റർമിനൻറ്റ് എഴുതി കഴിഞ്ഞാൽ ഇവിടെ മെട്രിക്സ് ഫോമിലേക്ക് മാറ്റുമ്പോൾ നമുക്ക് അവിടെ എങ്ങനെ കിട്ടി, 2 6 3 2 2 6 3 9 1 0 1 2 7. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ 2 ഇൻറ്റു 1 ഇൻറ്റു 7 7 മൈനസ് 0. ഓക്കെ, മൈനസ് 6 ഇൻറ്റു 9 ഇൻറ്റു 7 ദാറ്റ് ഈസ് ഈക്വൽ ടു 63 മൈനസ് 0 പ്ലസ് 3 ഇൻറ്റു 18 മൈനസ് 1. അപ്പോൾ ഇവിടുന്ന് നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ പറയാൻ വേണ്ടി പറ്റും ദിസ് ഇസ് നോട്ട് ഈക്വൽ ടു 0. അപ്പോൾ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, let x is equal to x1, x2, x3 be any vector in V. We show that we can find the scalars alpha 1, alpha 2, alpha 3 such that x is equal to alpha 1 x1 plus alpha 2 x2 plus alpha 3 x3. That is such that x1 x2 x3 is equal to alpha 1 into 263 plus alpha 2 into 910 plus alpha 3 into 127. അതായത് അതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആയിട്ടാണ് നമ്മൾ എഴുതാൻ വേണ്ടി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഇക്വാലൻറ്റ് സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് നമുക്ക് അവിടെ എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ x1 ഈസ് ഈക്വൽ ടു 2 alpha 1 പ്ലസ് 9 alpha 2 പ്ലസ് ആൽഫ 3. അപ്പോൾ ഇത്തരത്തിൽ എഴുതി കഴിഞ്ഞാൽ നമുക്കതിനെ ആ x1 x2 x3 നമുക്ക് സോൾവ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആൽഫ 1 ആൽഫ 2 ആൽഫ 3യുടെ വാല്യൂസ് നമുക്കവിടെ കിട്ടും. ആൻഡ് ദിസ് ഷോസ് ദാറ്റ് എനി വെക്ടർ ഇൻ V ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് ദ വെക്ടേഴ്സ് ഇൻ S. ദസ് S ഈസ് എ ബേസിസ് ഓഫ് V എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ദെൻ ഡയമെൻഷൻ. So, by a finite dimensional vector space, we mean a vector space having bases containing a finite number of vectors. ഇപ്പോൾ ഒരു ഫൈനൈറ്റ് ഡയമെൻഷണൽ വെക്ടർ സ്പേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്, ഒരു വെക്ടർ സ്പേസ് ഹാവിങ് ബേസിസ്. ആ ഒരു വെക്ടർ സ്പേസിന് ഒരു ബേസിസ് ഉണ്ട് ദാറ്റ് കണ്ടെയ്ൻസ് എ ഫൈനൈറ്റ് നമ്പർ ഓഫ് വെക്ടേഴ്സ്. ഓക്കെ, ആൻഡ് എഫ് എൻ ആൻഡ് പി എൻ ഓഫ് എക്സ് ആർ ഫൈനൈറ്റ് ഡയമെൻഷണൽ. ഇപ്പോൾ ഇവിടെ എല്ലാ വെക്ടേഴ്സും ഫൈനൈറ്റ് ഡയമെൻഷനിലാണെന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റില്ല. പക്ഷേ എഫ് എന്ന് പറയുന്നത് പി എൻ ഓഫ് എക്സ് എന്ന് പറയുന്നതൊക്കെ ഫൈനൈറ്റ് ഡയമെൻഷനാണ്. ഓക്കെ, then theorem, if a vector space V has a basis containing n vectors, then any set of more than n vectors is linearly dependent. അപ്പോൾ ഇതിന് പ്രൂഫാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇപ്പം ഒരു വെക്ടർ ഉണ്ട്, ആ വെക്ടറിൻ്റെ ബേസിസിൽ എത്ര വെക്ടേഴ്സ് ആണുള്ളത്, n വെക്ടേഴ്സ് ആണുള്ളത് എങ്കിൽ ഒരു സെറ്റ് n വെക്ടേഴ്സിനേക്കാളും കൂടുതലുള്ളൊരു സെറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു സെറ്റ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും എന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ ബി ഉണ്ട്, ബി എന്ന് പറയുന്നത്
വി എന്ന വെക്ടർ സ്പേസിൻ്റെ ബേസിസ് ആണ്. ഓക്കെ, ആ സെറ്റ് എന്ന് പറയുന്നത് x1 x എക്സെട്ര xn ആണ്. അതുപോലെ തന്നെ വേറൊരു സെറ്റ് S is equal to y1 y2 എക്സെട്ര ym. ഇവിടെ ഈ m എലമെൻറ്റ്സ് ആണുള്ളത്. ദിസ് m ഈസ് ഗ്രേറ്റർ ദാൻ n. ഓക്കെ, m എന്ന് പറയുന്നത് n എലമെൻറ്റ്സിനേക്കാളും ഗ്രേറ്റർ ആണ്. ബി എനി സെറ്റ് ഓഫ് വെക്ടേഴ്സ് ഇൻ V, ആൻഡ് സിൻസ് V ഈസ് എ ബേസിസ്, every vector in V is a linear combination of vectors in V. Hence we have y1 is equal to alpha 11 x1 plus alpha 12 x2 plus etc. plus alpha n xn, and y etc. ym is equal to alpha m1 x1 plus alpha m2 x2 plus etc. plus alpha m xn. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കാരണം എന്താ, ഇതൊരു ബേസിസ് ആണ് x1 x2 എന്ന് പറയുന്നത്. അപ്പം ഏതൊരു വെക്ടേഴ്സിനെയും നമുക്കിതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ട് എഴുതാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പം y1 y2 എന്നൊക്കെ പറയുന്നത് ഈ വെക്ടർ സ്പേസിലെ തന്നെ എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ആ എലമെൻറ്റ്സിനെ നമുക്ക് ഈ ബേസിസിൻ്റെ ലീനിയർ കോമ്പിനേഷനിൽ നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. Okay, then consider the equation beta 1 y1 plus etc. plus beta m y1 is equal to 0. ഇങ്ങനൊരു ഇക്വേഷൻ തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിലേക്ക് ഈ വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് y1 y2 y3 ഇതിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഇതിൻ്റെ ടേംസിനെ നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൽഫ 11 ബീറ്റ 1 പ്ലസ് എക്സെട്ര ഇൻറ്റു x1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ 1n ബീറ്റ 1 പ്ലസ് എക്സെട്ര പ്ലസ് ആൽഫ mn bn of xn is equal to 0 എന്നുള്ള രീതിയിലേക്ക് നമുക്ക് മാറ്റാൻ വേണ്ടി പറ്റും. ഓക്കെ, അതായത് ഇവിടെ y1 y2 ആ ഒരു ടേംസ് ആണ് നമ്മളിവിടെ മാറ്റിയിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ ഇവിടെ ബി എന്ന് പറയുന്ന ബേസ്, ഈ ബി എന്ന് പറയുന്ന ബേസിസിലെ വെക്ടേഴ്സ് ആണല്ലോ x1 x2 ഒക്കെ. അപ്പോൾ ആ വെക്ടേഴ്സ് എല്ലാം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ് എങ്കിൽ അതിൻ്റെ കൂടെയുള്ള എല്ലാ സ്കെയിലേഴ്സിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. അത് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അങ്ങനെ ഇക്വേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിനെ ഓരോന്നും നമുക്ക് ഈക്വൽ ടു 0 എന്നുള്ള രീതിയിൽ എഴുതാൻ വേണ്ടി പറ്റും. സോ ദിസ് ഇസ് എ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ലീനിയർ ഇക്വേഷൻസ് in the m unknowns b1 b2 etc. bm, and since m greater than n, the system must have a non-trivial solution. Okay, ഇവിടെ m ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ m വാല്യൂസും ഉണ്ട്. അതുകൊണ്ട് തന്നെ this means that we can find at least one of which is not 0, and it follows that S is linearly dependent set of vectors. Okay, കാരണം അതിൽ കൂടുതൽ വാല്യൂസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ആ ഒരു കണ്ടീഷനിൽ എസ് എന്ന് പറയുന്നത് നമുക്ക് എന്താണ്, ലീനിയർലി ഡിപ്പെൻഡൻറ്റ് സെറ്റ് ഓഫ് വെക്ടേഴ്സ് ആണ് നമുക്ക് പ്രൂവ് ചെയ്യാൻ വേണ്ടി പറ്റും. Next theorem, let V be a finite dimensional vector space, then any two bases of V contain the same number of vectors. Okay, ഇപ്പോൾ ഇതിൻ്റെ പ്രൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ let V be a basis containing n vectors and B dash be basis containing m vectors. ഓക്കെ, ഇവിടെ രണ്ട് ബേസിസ് കൊടുത്തിട്ടുണ്ട്, രണ്ടിനും ഡിഫറെൻറ്റ് സൈസാണ്, ഒന്ന് n ആണ് ഒന്ന് m ആണ്. ആൻഡ് ലെറ്റ് m greater than n, then since B is a basis by theorem, the vectors in B dash are linearly dependent. Okay, this contradicts assumption that B dash is a basis, therefore m less than or equal to n. ഓക്കെ, കാരണം ഇവിടെ m ഗ്രേറ്റർ ദാൻ n ആണ്. നമുക്ക് അങ്ങനെയുള്ള കണ്ടീഷനിൽ അത് എന്താണ്, ഡിപ്പെൻഡൻ്റ് ആണ് നമ്മൾ പറഞ്ഞു. അങ്ങനെ വരുന്ന സമയത്ത് ഇവിടെ ബിയുടെ സൈസ് എന്ന് പറയുന്നത് n-ഉം ബി ഡാഷ് എന്ന് പറയുന്നത് m-ഉം ആണ്. അപ്പോൾ ബി ഡാഷ് എന്ന് പറഞ്ഞാൽ എപ്പോഴും ആ ഒരു അസംഷനിനെ ബേസ് ചെയ്ത് പറയുമ്പോൾ ബി ഡാഷ് എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. അങ്ങനെ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ ബി ഡാഷ് ഈസ് എ ബേസിസ് എന്ന് പറയുമ്പോൾ അത് m ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കണം. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ n ഗ്രേറ്റർ ദാൻ m എന്ന് പറഞ്ഞാണെങ്കിൽ ഇവിടെ ബി ഡാഷ് എന്ന് പറയുന്ന ബേസിസ് ആണ്. അപ്പോൾ ബി ഡാഷ് എന്ന് പറയുന്ന ബേസ് ആണെങ്കിൽ ബി എന്ന് പറയുന്ന ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം. ഓക്കെ, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആവുമ്പോൾ നമ്മുടെ ഈ അസംപ്ഷൻ വീണ്ടും അവിടെ കോൺട്രഡിക്റ്റ് ആവുകയാണ്, ദാറ്റ് ബി ഈസ് എ ബേസിസ്. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും n എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു m ആയിരിക്കണം. ഇപ്പോൾ ഈ രണ്ട് കണ്ടീഷൻസ് നോക്കുന്ന സമയത്ത് നമുക്ക് അവിടെ നിന്ന് എന്ത് ഇക്വേറ്റ് ചെയ്യാം, m is equal to n നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, although a vector space has many bases for a particular vector space V, all bases have the same number of vectors. അപ്പോൾ നമുക്കൊരു വെക്ടർ സ്പേസിലെ ഏത് ബേസ് എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ നമ്പർ ഓഫ് വെക്ടേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ,
the definition of a dimension. Let V be a finite dimensional vector space over a field F. The number of vectors in any basis of V is called the dimension of V, and it is denoted by dim of V. Okay, അപ്പം ഒരു ബേസിൽ വി എന്ന് പറയുന്ന ഒരു വെക്ടറിലെ ഒരു ബേസിലെ നമ്പർ ഓഫ് വെക്ടേഴ്സ്, അതാണ് ആക്ച്വലി ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത്. അതിനെയാണ് നമ്മളിങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത് dim ഓഫ് വി എന്ന് പറയുന്നത്. ഇപ്പം നമ്മളൊരു ബേസിസ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ബേസിസ് ഉണ്ട്, അതാണ് ആക്ച്വലി എന്ത് ഡയമെൻഷൻ എന്ന് പറയുന്നത്. Theorem: let V be a vector space over the field F and dimension of V is equal to n. Any linearly independent set containing n vectors is a basis of V. ഇപ്പോൾ വി എന്ന് പറയുന്ന ഒരു വെക്ടർ സ്പേസ് ഉണ്ട്, അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് n ആണ്. ദെൻ ഏതൊരു ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള സെറ്റും കണ്ടെയ്നിങ് n vectors ഈസ് എ ബേസിസ് ഓഫ് വി എന്ന് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, let V is equal to R cube and examine whether the set of vectors is a basis of V. അപ്പോൾ ഇവിടെ ഒരു സെറ്റ് ഓഫ് വെക്ടേഴ്സ് തന്നിട്ടുണ്ട്, അത് ബേസ് ഓഫ് വി ആണെന്നാണ് നമ്മൾ പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്ത് നോക്കാം, ഡയമെൻഷൻ ഓഫ് വി ഗ്രേറ്റർ ആണോ ഈക്വൽ ആണോ എന്നുള്ള കേസ് നോക്കാം. ഓക്കെ, അപ്പോൾ ഡയമെൻഷൻ ഓഫ് വി ഈസ് ഈക്വൽ ടു ഡയമെൻഷൻ ഓഫ് ആർ ക്യൂബ്. അപ്പോൾ എന്താണ് അതിൻ്റെ ഡയമെൻഷൻ? 3 ആണ്. സോ ദ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഇൻ എസ്, ഇവിടെ എത്ര വെക്ടേഴ്സ് ആണ് കൊടുത്തിരിക്കുന്നത്? 4 വെക്ടേഴ്സ് ആണ്. x1 x2 x3 x4 4 വെക്ടേഴ്സ് ഉണ്ട്. ആൻഡ് ദാറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ ദിസ് ഡയമെൻഷൻ ഓഫ് വി. സോ വി ക്യാൻ സേ ദാറ്റ് ദിസ് ഇസ് നോട്ട് എ ബേസിസ് ഓഫ് വി എന്ന് പറയാം. ഓക്കെ, കാരണം നമുക്കറിയാം അതിൽ എത്രയുണ്ടോ അത് ആ നമ്പർ ഓഫ് വെക്ടേഴ്സ് ഈസ് ഈക്വൽ ടു ദി ബേസിസ്. ഓക്കെ, ഡയമെൻഷൻ അതിന് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൈറ്റ് ചെയ്ത് പറയാൻ വേണ്ടി പറ്റും. അപ്പോൾ ഇവിടെ ഡയമെൻഷൻ 3 ആണ്. നമുക്കിവിടെ തന്നിരിക്കുന്ന വെക്ടേഴ്സ് എന്ന് പറയുന്നത് അതിൻ്റെ നമ്പർ 4 ആണ്. അപ്പോൾ ഡയമെൻഷനേക്കാളും കൂടുതലാണ്, അതുകൊണ്ട് തന്നെ അത് ബേസിസ് ആവില്ല എന്ന് നമുക്ക് പറയാം. നെക്സ്റ്റ് വൺ, x is equal to 1 2 1, x2 is equal to 1 0, x3 is equal to 1 minus 1 2. ഇവിടെ ഡയമെൻഷൻ എന്ന് പറയുന്നത് വി ആണ്. ഈ ഡയമെൻഷൻ ഓഫ് R3 എന്ന് പറയുന്നത് എത്രയാണ്? 3. ഓക്കെ, ഓൾസോ ദ നമ്പർ ഓഫ് വെക്ടേഴ്സും 3. ഇനി നമ്മൾ എന്ത് നോക്കണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് നോക്കണം. സോ വെദർ എസ് ഇസ് എ ബേസ് ഓഫ് ബി, വി നീഡ് ഓൺലി എക്സാമിൻ വെദർ എസ് ഇസ് ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് ആൻഡ് ദ ഡിറ്റർമിനൻറ്റ് ഓഫ് ദ മെട്രിക്സ് ഹൂസ് റോസ് ആർ ദ ഗിവൺ വെക്ടേഴ്സ് ആ. ഇവിടെ നമ്മൾ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇതാണ് അതിൻ്റെ ഡിറ്റർമിനൻറ്റ് വരിക. ഓക്കെ, 1 2 1 2 1 0 1 minus 1 2. അപ്പോൾ ആ വെക്ടേഴ്സ് നമ്മൾ അവിടെ എഴുതി കഴിഞ്ഞാൽ അതിൻ്റെ ഡിറ്റർമിനൻറ്റ് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് എന്ത് മനസ്സിലായി? ദാറ്റ് ഈസ് നോട്ട് ഈക്വൽ ടു 0. അപ്പം ഈ നോട്ട് ഈക്വൽ ടു 0 ആണെങ്കിൽ അത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്താ പറയാം? എസ് ഈസ് എ ബേസിസ് ഓഫ് ബി എന്ന് നമുക്ക് പറയാം. ദീസ് ആർ ദ റെഫറൻസസ്. ഓക്കെ, സോ നമ്മൾ 2 കാര്യങ്ങളാണ് പറഞ്ഞത്, ഒന്ന് ബേസിസ്, മറ്റൊന്ന് ഡയമെൻഷൻ. അപ്പോൾ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ എന്താണെന്ന് പറഞ്ഞു? ഒരു ഫ്രീ ഡയമെൻഷണൽ സ്പേസിലുള്ള നമ്പർ ഓഫ് എലമെൻറ്റ്സ്, ഒരു ബേസിലെ നമ്പർ ഓഫ് എലമെൻറ്റ്സ് അത് എത്രയുണ്ടോ, അല്ലെങ്കിൽ എത്ര വെക്ടേഴ്സ് ഉണ്ടോ, അതാണ് അതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആ ഡയമെൻഷൻ എന്ന് പറയുന്നത് ബേസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. ബേസ് എന്ന് പറയുമ്പോഴോ അത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കണം, അത് സ്പാൻ ചെയ്യണം. അതുപോലെ തന്നെ മൂന്നാമത്തെ കാര്യം, ഇത് നമുക്ക് ലീനിയർ കോമ്പിനേഷൻസ് എഴുതാൻ വേണ്ടി പറ്റണം. അപ്പോൾ അത്തരത്തിലാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ സ്ക്വയർ മാട്രിക്സിൻ്റെ കേസിൽ നമ്മൾ ഡിറ്റർമിൻ്റ് ആണോ എന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നേരെ മറിച്ച് അങ്ങനെയല്ല എങ്കിൽ നമ്മളതിനെ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം യൂസ് ചെയ്തുകൊണ്ടായിരിക്കണം നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ കാര്യങ്ങളൊന്നും കൂടി നമ്മളിവിടെ ഓർത്തു വെക്കുക. അപ്പോൾ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം യൂസ് ചെയ്തുകൊണ്ട് അത് ഇൻഡിപെൻഡൻ്റ് ആണോ അല്ലയോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അത് ബേസിസ് ആണോ അല്ലയോ നമുക്ക് പ്രൂവ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.